നമസ്കാരം. അടുത്തിടെ മോട്ടോറോള തങ്ങളുടെ എഡ്ജ് 50 സീരീസ് ആഗോളതലത്തിൽ പുറത്തിറക്കുകയുണ്ടായി. എന്നാൽ ഇന്ത്യയിൽ ഈ ഫോണുകൾ അവതരിപ്പിക്കുന്നത് സംബന്ധിച്ച് അന്ന് കാര്യമായ വിവരങ്ങളൊന്നും തന്നെ വെളിപ്പെടുത്തിയിരുന്നില്ല. എല്ലാ ഇന്ത്യക്കാരും അന്ന് ചോദിച്ച ചോദ്യമാണ് എന്നാണ് ഇവിടേക്ക് എത്തുന്നത് ഈ ഫോണെന്ന്. കാരണം മോട്ടോ ആരാധകർ ഒരുപാടുള്ള ഇടം കൂടിയാണ് ഇവിടം. നമുക്കറിയാം, വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയ ഒരു ബ്രാൻഡ് തന്നെയാണ് മോട്ടോറോളയുടേത്. 3 സ്മാർട്ട് ഫോണുകളാണ് മോട്ടോറോള എഡ്ജ് 50 സീരീസിൽ അടുത്തിടെ ലോഞ്ച് ചെയ്തത്. എഡ്ജ് 50 പ്രോ, എഡ്ജ് 50 അൾട്ര, എഡ്ജ് 50 ഫ്യൂഷൻ എന്നിവയായിരുന്നു അവ. ഇതിൽ എഡ്ജ് 50 ഫ്യൂഷൻ അത്യാവശ്യം നല്ലതാണെങ്കിൽ അതേപോലെ തന്നെയാണ് എഡ്ജ് 50 അൾട്ര എന്നതും. കാരണം മോട്ടോറോള എഡ്ജ് 50 അൾട്രയും എഡ്ജ് 50 ഫ്യൂഷനും മികച്ചത് തന്നെയാണ്. ഇതിൽ ഫ്യൂഷൻ ആദ്യ കാഴ്ചയിൽ തന്നെ ആകർഷിക്കുന്നുണ്ട്. അതേസമയം അൾട്രയുടെ ശ്രദ്ധ പെർഫോമൻസിലാണ്. ഈ ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമോ എന്ന് അറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു സ്മാർട്ട് ഫോൺ പ്രേമികൾ. നേരത്തെ സൂചിപ്പിച്ച പോലെ അക്കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനമുണ്ടായിരിക്കുകയാണ്. മികച്ചൊരു സ്മാർട്ട് ഫോണിനെ വരവേൽക്കാൻ തയ്യാറായിരുന്നോ എന്ന ആഹ്വാനവുമായി മോട്ടോറോള എഡ്ജ് 50 ഫ്യൂഷൻ ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന വിവരം ടീസറിലൂടെ മോട്ടോറോള തന്നെയാണ് വിവരം അറിയിച്ചിരിക്കുന്നത്. സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ക്യാമറയുടെയും ഏറ്റവും മികച്ച ഡിസൈൻ്റെയും സംയോജനമാണ് മോട്ടോറോള എഡ്ജ് 50 ഫ്യൂഷൻ എന്ന ടീസറിൽ നിന്ന് മോട്ടോറോള വ്യക്തമാക്കുന്നുണ്ട്. മോട്ടോറോള എഡ്ജ് 50 സീരീസിലെ പ്രോ മോഡൽ കമ്പനി ഇതിനകം തന്നെ ഇന്ത്യയിൽ അവതരിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും കണ്ണുകൾ ഫ്യൂഷൻ അൾട്ര മോഡലുകളിലേക്കായിരുന്നു. ഇപ്പോൾ മോട്ടോറോള ടീസറിൽ ഏത് മോഡലാണ് അവതരിപ്പിക്കാൻ പോകുന്നതെന്ന് വ്യക്തമായിട്ടില്ല. എങ്കിലും ടീസറിൽ ഫ്യൂഷൻ പരാമർശമുള്ളതിനാൽ തന്നെ വരാൻ പോകുന്നത് എഡ്ജ് 50 ഫ്യൂഷൻ ആണെന്ന് വിശ്വസിക്കുകയാണ്. ചിലപ്പോൾ മോട്ടോറോള എഡ്ജ് 50 ഫ്യൂഷനൊപ്പം എഡ്ജ് 50 അൾട്രയും കമ്പനി ഇന്ത്യയിൽ അവതരിപ്പിച്ചേക്കാം. ഇപ്പോൾ ഇന്ത്യയിൽ പുതിയ ഫോൺ അവതരിപ്പിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചന എന്ന നിലയിൽ മാത്രമാണ് ടീസർ പുറത്തിറക്കിയിരിക്കുന്നത് മോട്ടോറോള. ലോഞ്ച് തീയതി അടക്കമുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തുന്ന ഘട്ടത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനകം ലോഞ്ച് ചെയ്ത മോഡലുകളായതിനാൽ തന്നെ ഈ ഫോണുകളുടെ ഫീച്ചറുകൾ സംബന്ധിച്ച വിവരങ്ങൾ നമുക്കിപ്പോൾ സുലഭമായി ലഭിക്കുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7S Gen 2.4 nm മൊബൈൽ പ്ലാറ്റ്ഫോമാണ് എഡ്ജ് 50 ഫ്യൂഷൻ്റെ കരുത്ത്. സ്നാപ്ഡ്രാഗൺ 8 Gen 3 4nm മൊബൈൽ പ്ലാറ്റ്ഫോമാണ് എഡ്ജ് 50 അൾട്രയുടെ കരുത്ത്. ഇനി ഇതിലെ പ്രധാന ഫീച്ചറുകൾ എന്തെല്ലാമെന്ന് പരിചയപ്പെടാം. 6.7 ഇഞ്ച് FHD, അതായത് ഫുൾ HD പ്ലസ് 10-bit OLED എൻഡ്ലെസ് എഡ്ജ് ഡിസ്പ്ലേ, HDR10+, 144 Hz റിഫ്രഷ് റേറ്റ്, 360 Hz ടച്ച് സാപ്ലിംഗ് റേറ്റ്, അതുപോലെ തന്നെ കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ, 1600 വരെ പീക്ക് ബ്രൈറ്റ്നസ് എന്നിവ ഇതിലുണ്ട്. 2.4 GHz ഒക്ടാകോർ സ്നാപ്ഡ്രാഗൺ 7S Gen 2.4 nm മൊബൈൽ പ്ലാറ്റ്ഫോമിന് പിന്തുണയുമായി 12 GB LPDDR4X RAM, 256 അല്ലെങ്കിൽ 512 GB സ്റ്റോറേജ് എന്നിവയും ഈ ഫോണിലുണ്ട്. ആൻഡ്രോയിഡ് 14 അടിസ്ഥാനമാക്കിയാണ് ഈ രണ്ട് ഫോണുകളും പ്രവർത്തിക്കുന്നത്. കൂടാതെ ഈ രണ്ട് ഫോണുകളിലും IP68 റേറ്റിംഗും ഉണ്ട്. 68 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് ഉള്ള 5000 mAh ബാറ്ററിയാണ് എഡ്ജ് 50 ഫ്യൂഷനിൽ ഉള്ളത്. ഡ്യുവൽ സിം, USB Type-C ഓഡിയോ, സ്റ്റീരിയോ സ്പീക്കറുകൾ, ഡോൾബി അറ്റ്മോസ് എന്നിവ ഇരു ഫോണുകളിലും നൽകിയിട്ടുണ്ട്. യൂറോപ്പിൽ മോട്ടോറോള എഡ്ജ് 50 ഫ്യൂഷന്റെ വില ഏകദേശം 35,460 രൂപയായിരുന്നു ഇന്ത്യൻ വിലയിൽ. അൾട്രയുടെ വില ഏകദേശം 88,770 രൂപയും വരും. ഇന്ത്യയിലെ വില വിവരങ്ങൾ ലോഞ്ചിനടുത്തേ അറിയാൻ സാധിക്കൂ. എന്തായാലും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് സ്മാർട്ട് ഫോൺ പ്രേമികൾ.